നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത്, നാടകകൃത്ത് എന്നീ നിലകളിൽ ഏറെ പ്രശസ്തനായിരുന്നു പി കേശവദേവ്. നവോത്ഥാന ആശയങ്ങളുടെ ചുവട് പിടിച്ച് സമൂഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന എഴുത്തുകാരനായിരുന്നു അദ്ദേഹം. ദേവിലെ കഥാകാരൻ തൊഴിലാളിയും അസംതൃപ്തനും സാമൂഹിക അനീതികളെ അതിശക്തമായി ചോദ്യം ചെയ്യുന്നവനുമാണ്. സ്വതന്ത്രമായ ചിന്താഗതിക്ക് കേശവദേവ് പ്രാധാന്യം നൽകുന്നു. അധികാരി വർഗത്തോട് അവസാനിക്കാത്ത എതിർപ്പാണ് അദ്ദേഹത്തിന്. മനുഷ്യത്വത്തെ കാത്തുരക്ഷിക്കാനുള്ള ഉത്കടമായ താല്പര്യം, സ്ഥിതി സമത്വവാദം ഒരു യാഥാർത്ഥ്യമാക്കുവാനുള്ള അഭിവാഞ്ച, ഇവ രണ്ടും ദേവിൻ്റെ കഥാപാത്രങ്ങളുടെ പൊതു സ്വഭാവമാണ്. സ്വന്തം രക്തത്തിൻ്റെയും വിയർപ്പിൻ്റെയും കഥ അദ്ദേഹത്തിന് ധാരാളം പറയാനുണ്ട്. ആ കഥ പറയുന്നതോ അസാധാരണമായ ശക്തിയോടെയും മൂർച്ചയോടെയുമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ശില്പചാരുത പോലും ദേവ് അവഗണിച്ചെന്നു വരും. ഇടത്തരം കുടുംബങ്ങളിലെ ജീവിതചലനങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വല്ലാതെ മതിച്ചിരിക്കുന്നു. പുരോഗമന രാഷ്ട്രീയ ദർശനം ഉൾക്കൊള്ളുന്നവയാണ് ദേവിൻ്റെ ആദ്യകാല കഥകളിൽ പലതും. മനുഷ്യസ്നേഹിയായ ഒരു കലാകാരൻ്റെ തുറന്ന മനസ്സാണ് ദേവിൻ്റെ കഥകളിൽ പൊതുവെ ദൃശ്യമാകുന്നത്. സമൂഹത്തിൽ നിലനിൽക്കുന്ന സാമ്പത്തികമായ അസമത്വങ്ങളും അടിച്ചമർത്തലുകളും ദേവിലെ കഥാകാരൻ്റെ മനസ്സിൽ അമർഷത്തിൻ്റെ അഗ്നിനാളങ്ങൾ സൃഷ്ടിക്കുന്നു. ദേവിൻ്റെ കഥകളുടെ ജ്വലന സ്വഭാവത്തിന് കാരണവും ഇതാണ്. കഥയുടെ ശില്പഘടനയിൽ ദേവ് പ്രത്യേകം ശ്രദ്ധിക്കുന്നു. മനഃശാസ്ത്ര സമീപനവും അദ്ദേഹത്തിൻ്റെ കഥകളിൽ കാണാം. ദീനാമ്മ, ജീവിതചക്രം, പ്രവാഹം, ഉഷസ്, ഭാവി വരൻ, അന്നത്തെ നാടകം, റെഡ് വാളണ്ടിയർ, കാമുകൻ്റെ കത്ത് തുടങ്ങി 15-ലധികം കഥാസമാഹാരങ്ങൾ അദ്ദേഹത്തിൻ്റെതായി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഓടയിൽ നിന്ന്, അയൽക്കാർ, നടി, കണ്ണാടി, ഭ്രാന്താലയം, ആർക്കുവേണ്ടി, റൗഡി, സ്വപ്നം, ആദ്യത്തെ കഥ, അധികാരം തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന നോവലുകൾ. മലയാളത്തിലെ മികച്ച നോവലുകളിൽ ഒന്നാണ് ഓടയിൽ നിന്ന്. പപ്പുവിലൂടെ തൊഴിലാളി വർഗത്തിൻ്റെ മഹത്വവും മനുഷ്യസ്നേഹത്തിൻ്റെ ഉദാത്ത ഭാവവും ഉയർത്തി കാണിക്കുന്ന ഈ നോവൽ മാനുഷിക മൂല്യങ്ങളുടെ പുതുമാനങ്ങൾ സൃഷ്ടിക്കുന്നു. കേരളത്തിലെ 3 പ്രബല സമുദായങ്ങളുടെ ഉയർച്ച താഴ്ചകളുടെ ആവിഷ്കരണമാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് നേടിയ അയൽക്കാർ. റഷ്യൻ വിപ്ലവത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് എഴുതിയ കണ്ണാടി അന്നത്തെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടിൻ്റെ നിദർശനവുമാണ്. 1904 എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. സമൂഹത്തിലെ ഏറ്റവും താണതലത്തിലുള്ള മനുഷ്യരെ കഥാപാത്രങ്ങളാക്കുകയും ഏറ്റവും നിസ്സാരമെന്ന് തോന്നുന്ന സംഭവങ്ങൾ പോലും കഥയ്ക്ക് വിഷയമാക്കുകയും ചെയ്തുകൊണ്ട് സമൂഹത്തിലെ അനീതിക്കെതിരെ ശക്തമായി പ്രതികരിച്ച എഴുത്തുകാരനായിരുന്നു അദ്ദേഹം. അധികാരിവർഗത്തെ എതിർക്കുന്ന ആശയങ്ങൾക്ക് പ്രചാരണം നൽകി മനുഷ്യസ്നേഹിയായ ഒരു കഥാകാരൻ കൂടിയായിരുന്നു അദ്ദേഹം. 1930-കളിൽ മലയാള കഥാസാഹിത്യത്തിൻ്റെ നേതൃത്വം നൽകിയവരിൽ പ്രമുഖനായിരുന്നു അദ്ദേഹം. ആദ്യ നോവൽ ഓടയിൽ നിന്ന് ആണ്. 20ഓളം നോവലുകളും 15ഓളം ചെറുകഥാ സമാഹാരങ്ങളും 10ഓളം നാടകങ്ങളും 7 ഏകാംഗ നാടക സമാഹാരങ്ങളും ആത്മകഥാരൂപത്തിലുള്ള 2 ഗ്രന്ഥങ്ങളും ഏതാനും ചില ഗദ്യ കവിതകളും നിരൂപണങ്ങളും ദേവ് എഴുതിയിട്ടുണ്ട്. ഇത്രയേറെ ജീവിതയാതനകൾ അനുഭവിച്ച എഴുത്തുകാർ മലയാളത്തിൽ വിരളമാണ്.
ഓടയിൽ നിന്ന് എന്ന നോവൽ സിനിമയാക്കപ്പെട്ടിട്ടുണ്ട്. സ്വദേശാഭിമാനി, രാജഭാരതം, പ്രതിദിനം, മഹാത്മാ എന്നീ ആനുകാലികങ്ങളുടെയും തൊഴിലാളി പത്രത്തിൻ്റെയും പത്രാധിപരും ആയിരുന്നു. കേരള സാഹിത്യ അക്കാദമിയുടെയും സാഹിത്യപ്രവർത്തക സഹകരണ സംഘത്തിൻ്റെയും അധ്യക്ഷനുമായിരുന്നു. കുറച്ചു കാലം അദ്ദേഹം ആകാശവാണിയിൽ പ്രൊഡ്യൂസറായും പ്രവർത്തിച്ചു. 1983 ജൂലൈ 1 അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത്. ദീർഘിപ്പിക്കുന്നില്ല. മലയാള സാഹിത്യത്തിൽ ഏറെ വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത സാഹിത്യകാരനാണ് പി കേശവദേവ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ സ്മരണാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.